ഹായ് ഓൾ, വെൽക്കം ടു സൈലം SSC RRB. സോ നമ്മളിന്ന് ഫിസിക്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഫിസിക്സിലെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മിറർ ഫോമുല എന്ന് പറയുന്നതാണ് ആ ഒരു ടൂള്. അതായത് മിറർ ഫോമുല പ്രകാരം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മിറർ ഫോമുല എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ്. എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. യു എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. സോ എഫ് ഫോക്കൽ ലെങ്ത്, വി ഇമേജ് ഡിസ്റ്റൻസ്, യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. സോ ഇത് മൂന്നും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ ഈസ് പ്ലസ് 12 സെന്റിമീറ്റർ. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 36 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. വാട്ട് ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ്? അതായത് നമുക്ക് രണ്ട് ടൈപ്പ് മിറർ ഉണ്ട്. ഒന്ന് കോൺവെക്സ് ആണ്, രണ്ടാമത്തത് കോൺകേവ് ആണ്. കോൺവെക്സ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത്തിന്റെ സൈൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് സൈൻ ആയിരിക്കും. കോൺകേവ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ ആയിരിക്കും കൊടുക്കേണ്ടത്. സൈൻ കൺവെൻഷൻ പ്രകാരം നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യണം. അടുത്തതായിട്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. എപ്പോഴും കണ്ണാടിയുടെ മുന്നിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൽ കൊടുക്കേണ്ട സൈൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം പ്രകാരം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫോക്കൽ ലെങ്ത് എന്താണ്? പ്ലസ് 12 എന്ന് കിട്ടി. പ്ലസ് 12 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? 36 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്. സോ പ്ലസ് 36 അല്ല, മൈനസ് 36 ആണ് അല്ലെ. മൈനസ് ആണ്, കാരണം നമ്മൾ മിററിന്റെ ഫ്രണ്ടിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് 36, നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് സൈൻ കൊടുക്കേണ്ടത്. സോ നെഗറ്റീവ് 36 സെന്റിമീറ്റർ. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വി ആണ്. വി കണ്ടുപിടിക്കാം. സോ മിറർ ഫോമുല യൂസ് ചെയ്യുക. 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. 1/12 ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/36 എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈങ് ഫാക്ടർ എന്ന് പറയുന്നത് 3 ഉപയോഗിക്കാം, കാരണം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 36 ആണ്. സോ 3/36 ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/36 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ 1/v എത്രയായിരിക്കും? 3/36 പ്ലസ് 1/36 എത്ര കിട്ടി? 4/36 എന്ന് കിട്ടി. 1/9. ഇവിടെ കിട്ടിയ സൈൻ എന്ന് പറയുന്നത് 1/v ഈസ് ഈക്വൽ ടു 1/9 എന്നാണ്. v ഈസ് ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് 9 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇമേജ് ഡിസ്റ്റൻസ് എത്ര കിട്ടി? പ്ലസ് 9 സെന്റിമീറ്റർ. ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഒരു സൈനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. സോ ബി, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ 10 സെന്റിമീറ്റർ ഫ്രം ദ മിറർ. വാട്ട് ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ്? ഇപ്പോൾ എഫ് എന്ന് പറയുന്നത് കോൺകേവ് മിറർ ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ആണ്. സോ മൈനസ് 15 സെന്റിമീറ്റർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓൾവേസ് നെഗറ്റീവ് ആണ്, മൈനസ് 10 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ്? വി കണ്ടുപിടിക്കണം. സോ 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. 1/-15 ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/10 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 1/v ഈസ് ഈക്വൽ ടു മൈനസ് 1/15 പ്ലസ് 1/10 എന്ന് വന്നു. അതായത് മൈനസ് 10 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 150 എന്ന് കിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അതായത് എനിക്ക് കിട്ടി 1/v ഈസ് ഈക്വൽ ടു 5/150, അതായത് 1/30. സോ v ഈസ് ഈക്വൽ ടു പ്ലസ് 30 സെന്റിമീറ്റർ. പ്ലസ് 30 സെന്റിമീറ്റർ. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ അകലെയാണ്. സൈൻ എന്താണ്? പ്ലസ് ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സോ മിറർ ഫോമുലയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മിറർ ഫോമുല എങ്ങനെ യൂസ് ചെയ്യണം, കൃത്യമായിട്ട് ഏത് ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്, സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നതിനെ പറ്റി ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലുള്ള കൂടുതൽ കണ്ടൻസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതിന് മുന്നോടിയായിട്ട് ഒരൊറ്റ കാര്യം കൂടി നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. 2 ബാച്ചുകൾ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സൈലം ലോഞ്ച് ചെയ്യാണ്. SSC റെഗുലർ ബാച്ച് 500 ഹവർ ലൈവ് ക്ലാസ്സും 2 ഹവർ ഡെയിലി ക്ലാസ്സുമായിട്ട് 6 ഡേയ്സ് വീക്ക്ലി ക്ലാസ്സുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന SSCയുടെ എല്ലാ എക്സാമുകൾക്കും നിങ്ങളെ സഹായിക്കുന്ന ഒരു ബാച്ചായിരിക്കും SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് 5,999 രൂപയാണ്. സെപ്റ്റംബർ 25 തൊട്ടായിരിക്കും ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നത്.
ഇനി RRB റെഗുലർ ബാച്ച്, നിങ്ങൾ റെയിൽവേ ജോലികൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി RRB റെഗുലർ ബാച്ച് ഓപ്പൺ ആണ്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് വെറും 3999 രൂപയാണ്. സോ കൂടുതൽ കണ്ടന്റുകളുമായിട്ടും കൂടുതൽ ചോദ്യങ്ങളുമായിട്ടും ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.